മേഘ, ഇന്ന് തിരുവനന്തപുരത്തെ സഖാക്കൾക്ക് ഒരു കറുത്ത ദിനമാണ്. അതായത് ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സഖാക്കൾക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കോടതി. ഈ നമ്മൾ വടകരയിലെ സ്ക്രീൻഷോട്ടിൽ 18 ദിവസത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ജിതിൻ ഭാസ്കറെ മാലയിട്ട് സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇത്തവണ ഒരു മാല ഇടാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു തിരുവനന്തപുരം കോടതിയുടെ ഇടപെടൽ മൂലം ഈ ജാമ്യം നിഷേധിച്ച മൂലം സംഭവിച്ചത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ പുറത്തു വന്നിരുന്നെങ്കിൽ CPM-ന്റെ നേതൃത്വത്തിൽ IP ബിനു അടക്കമുള്ള നേതാക്കളെ മാലയിട്ട് സ്വീകരിച്ച്, കാരണം സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണ്ടേ? അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം കുറച്ച് പൂക്കൾ വിതറുകയെങ്കിലും ചെയ്യണം എന്നാണ് എന്റെ പക്ഷം. പക്ഷെ അത് അടുത്തെങ്ങും നടക്കുന്ന പരിപാടിയല്ല. കാരണം ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഒരു സബ് ജയിലിന് മുന്നിൽ ചെന്ന് ഈങ്കുലാബ് വിളിച്ചിട്ട് തിരിച്ചു മടങ്ങുക എന്നുള്ളതാണ് ചെയ്യാൻ. അതെ, സബ് ജയിലിന് മുന്നിൽ ഒരു കുറഞ്ഞ പക്ഷെ ഒരു നിരാഹാര സമരമെങ്കിലും അർപ്പിച്ചില്ലെങ്കിൽ ഇവർ ചെയ്ത ധീരകൃത്യങ്ങളെ നമ്മൾ അവഗണിക്കുന്നതിന് തുല്യമായിരിക്കും. സഖാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഡീൽ ചെയ്യുന്ന കേരള പോലീസ് അല്ല. ഇ.ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് ഡീൽ ചെയ്യുന്നത് സെൻട്രലിൽ നിന്നാണ്. അപ്പോൾ ഈ IP ബിനുവിനൊക്കെ ഹിന്ദി അറിയാമായിരിക്കുമോ? ഈ പ്രതികൾക്കൊക്കെ ഹിന്ദി അറിയില്ലെങ്കിൽ ഏത് ഭാഷയിലാണ് മൊഴി കൊടുക്കുക എന്നറിയില്ല. ഇനി പറഞ്ഞ ട്രാൻസ്ലേറ്ററിന് ഇവരോട് എന്തെങ്കിലും കലിപ്പുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമോ? അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ കേന്ദ്രമാണെങ്കിൽ പോലും അന്വേഷണം കൃത്യമായിട്ടല്ലേ നടക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ എനിക്ക് സ്മരിക്കാനുള്ളത് ബിനീഷ് കോടിയേരിയാണ്. അദ്ദേഹം ഇവർ ഉപദ്രവിക്കുമ്പോൾ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്, എൻ്റെ പൊരുമകളെ ഒന്ന് മാറി നിൽക്കും, നിങ്ങൾ വിചാരിക്കുന്ന പരിപാടിയല്ല, നല്ല പണിയാണെന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ശ്രമത്തിന്റെ ഭാഗമായി ബിനീഷ് കോടിയേരിക്ക് തിരിച്ച് പാർട്ടിയിൽ അംഗത്വം കിട്ടിയെങ്കിലും നമ്മുടെ ചേട്ടന്മാരവിടെ നിൽക്കുന്നേ ഉള്ളൂ. എനിക്ക് IP ബിനു എന്ന് പറയുമ്പോൾ പുള്ളി ഇങ്ങനെ മുട്ടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എറിയാൻ റെഡി നിൽക്കുന്ന ആ വിഷ്വലാണ് ഓർമ്മ വരുന്നത്. അപ്പൊ പോലീസുകാർ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്നൊക്കെ ചോദ്യം ഉണ്ടായെങ്കിലും തടയാത്തത് നന്നായി. ഇതിപ്പോ കൃത്യമായ തെളിവോടുകൂടി അകത്ത് കിടക്കാനുള്ള സാഹചര്യം ഉണ്ടായല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല്, വീണ വിജയൻ എന്ത് ഇപ്പോ, പിണറായി വിജയൻ എന്ത് ഇപ്പോ? അവരവരുടെ വീട്ടിൽ സുഖമായിരിക്കുന്നു. പക്ഷെ ഇവർക്ക് വേണ്ടി തെരുവിലിറങ്ങി ഒരു കാർ അടിച്ചു പൊളിക്കുക അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കാൻ ശ്രമിച്ച ഒരുപാട് പ്രവർത്തകർ ഇപ്പോൾ അഴിക്കുള്ളിലും. അതെ, ഇപ്പോ ഒരു നല്ല ഭക്ഷണമൊക്കെ കഴിച്ച്, രാവിലെ ഉച്ചയ്ക്കുമായിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഒരു കാര്യവുമില്ലാതെ, ഇപ്പൊ വീണ ത്രൈക്കണ്ടിക്കാണെങ്കിൽ ഒരു 2.5 കോടി പണമെങ്കിലും കിട്ടി, വെറുതെ പണം കിട്ടി എന്നെങ്കിലും വിചാരിക്കാം. പക്ഷെ ഈ സഖാക്കളുടെ കാര്യം എന്താണ്? അവരുടെ വീടുകളിലെ അവസ്ഥ എന്താണ്? ഇതിലെ സഖാക്കളെല്ലാം തന്നെ കുടുംബം നോക്കുന്ന ആൾക്കാരായിരുന്നില്ലേ? വീട്ടിന്റെ ബ്രെഡ് വിനേഴ്സ് ആയിരുന്നു ഫാമിലിയിലെ. അപ്പോൾ ഇവർ ഇത്രയും കാലം അകത്ത് കിടക്കുമ്പോൾ എങ്ങനെയാണ് കുടുംബം പോയതെന്ന് അവർ അറിയുന്നുണ്ടോ? പിന്നെ CPM ആണ് പാർട്ടി കുറെയൊക്കെ നോക്കുമായിരിക്കും. പക്ഷേ എത്രത്തോളം ഇതൊക്കെ പോസിബിൾ ആണെന്നുള്ളത് ചിന്തിക്കണം. നിങ്ങളുടെ ഭാവി എന്തിനീ നശിപ്പിച്ചു എന്ന് ചിന്തിക്കണം. ഇത്രയും ദിവസം ഫോണും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഒന്നും ഇല്ലാതെ ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എന്തിനാണ് ഞാൻ ഈ ജയിലിനകത്ത് കിടക്കുന്നത്? പണ്ട് മഹാത്മാഗാന്ധി മുതൽ ഇങ്ങോട്ട് പല നേതാക്കളും ജയിലിൽ കിടന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിന് കാര്യമുണ്ടായിരുന്നു. ഒരർത്ഥവുമില്ലാതെ പാർട്ടിയുടെ ഒരു നേതാവിന്റെ മകൾക്ക് വേണ്ടി അവർ കാണിച്ച തിരിമറി അവർ തിരിമറി കാണിച്ചിട്ടില്ല എന്ന് അവർക്ക് തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം സംഭവിച്ചു പോയതാണിത്. അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു, അതിന്റെ പേരിൽ ജയിലിൽ പോകുന്നു. ഇത് എന്ത് തരത്തിലുള്ള വിപ്ലവമാണെന്നാണ് മനസ്സിലാകാൻ സാധിക്കാത്തത്. ഇത് നമ്മൾ ഈ വിഷയം പറയുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. ആ മകൻ ജയിലിൽ പോയപ്പോൾ പോസ്റ്റ് ഇട്ട അപ്പനെ കുറിച്ച്. ഇന്ന് പെരുന്നാളാണ്, പക്ഷെ എൻ്റെ മകൻ ഇവിടെ ഇല്ല, പക്ഷേ എനിക്ക് സന്തോഷമാണ്, അവൻ ജയിലിലാണല്ലോ. എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുക? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നുണ്ട്. ഇപ്പോൾ അന്ന് ഉണ്ടായ അതേ സന്തോഷം ഇപ്പോഴും ഉണ്ടോ? പാർട്ടി അതുപോലെ അന്ന് ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ ഇവരുടെയൊക്കെ വീട്ടിൽ പോയി സന്ദർശനം നടത്തിയല്ലോ. ആ വീടുകളുടെ അവസ്ഥ ഒന്നും കണ്ടിരുന്നു. അതായത് പൂർണ്ണമായ ഒരു പണി പോലും പൂർത്തിയാകാത്ത ഒരു സാധാ ഒരു കുടിലിൽ നിന്നുള്ള ആൾക്കാർ വരെയാണ് ഇതുപോലെ ഒരു തെരുവിൽ സംഹാര താണ്ഡവം ആടിയത്. ഈ സംഹാര താണ്ഡവത്തിന് കിട്ടിയ പ്രതിഫലം എന്താ? അവസാനം ഇരുമ്പഴി. ആർക്കാണ് ഇതിൽ നഷ്ടപ്പെട്ടത്? പാർട്ടിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇത് നഷ്ടപ്പെട്ടത് ഈ ഒരു തെരുവിൽ അഴിഞ്ഞാടിയവർക്ക് മാത്രമാണ്. അതെ, അതിനുശേഷം എത്ര മുൻ മന്ത്രിമാരാ വീട്ടിൽ പോയിട്ടുണ്ടാകും, അവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഈ വീട്ടുകാരുടെ അവസ്ഥ, ഈ കുട്ടികളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ യുവാക്കളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഇങ്ങനെ എവിടെയെങ്കിലും പോയി പ്രശ്നമുണ്ടാക്കി വഴക്കുണ്ടാക്കി തിരിച്ചു വന്ന് അല്ലെങ്കിൽ ജയിലിൽ കിടക്കാൻ വേണ്ടിയിട്ടാണോ? ഒന്ന് ആലോചിച്ച് നോക്കണം. എവിടെയെങ്കിലും ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പിണറായി വിജയനെ ഒരാൾ ഉപദ്രവിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ വലയം തീർക്കുന്നത് പോലെ അല്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിവ് ശേഖരണത്തിനായി റെയ്ഡ് നടത്തുന്ന വീട്ടിൽ പോയി അതിക്രമം കാണിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ അവർ അടിച്ചു തകർത്ത വണ്ടി എന്ന് പറയുന്നത് ഒരു
ടാക്സി ഡ്രൈവറുടെ വണ്ടിയാണ്, അയാളുടെ വീട് എങ്ങനെ പോകും മുന്നോട്ട്? ആ വണ്ടി ആരും ശരിയാക്കി കൊടുക്കും? ഇപ്പൊ 1,00,000 വാഗ്ദാനങ്ങളുമായി പലരും വരും. 1,85,000 രൂപയാണ് ആ വണ്ടി മുഴുവനായി ഒരു പണി തീർത്ത് അയാൾക്കത് പഴയപടി കിട്ടണമെങ്കിൽ. ആ ഒരു തുക ശേഖരിക്കാൻ വേണ്ടി അയാൾ മറ്റൊരു കൂലിപ്പണിക്ക് പോകുന്ന ഒരവസ്ഥയാണ്. അതായത് നിങ്ങളുടെ കുടുംബവും വഴിയാധാരമാക്കി, മറ്റുള്ളവരുടെ കുടുംബവും വഴിയാധാരമാക്കി. ഇതിൽ നിന്ന് ആർക്ക് എന്ത് ഗുണമാണ് കിട്ടിയത്? അതെ, എന്തിനു വേണ്ടിയായിരുന്നു? സത്യത്തിന് വേണ്ടി പോരാടിയ മനുഷ്യരുണ്ട്. അപ്പൊ നമ്മൾ ഈ നവോത്ഥാന കാര്യങ്ങളെ പറ്റി, നവോത്ഥാന വിഷയങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് നമുക്ക് തെറ്റ് എന്ന് തോന്നുന്ന കാര്യം ഒരു 10 വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ശരിയായിരിക്കാം. അപ്പോൾ പണ്ട് മുലക്കരം അടയ്ക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ അത് എന്തിനെന്ന് ചിന്തിച്ച കുറെ ആൾക്കാരുണ്ടായിരുന്നു. കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഓക്കെ അത് ശരിയായിരുന്നു എന്നുള്ളത് കാലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഒരു ED സംഘമൊക്കെ ഒരു വീട്ടിൽ കയറി പരിശോധന നടത്തിയതിന് അതിനെ ആക്രമിക്കുന്നത് എന്ത് നവോത്ഥാന പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? എങ്ങനെയാണ് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും? എനിക്കിപ്പോഴും ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ആ വീട്ടിൽ പോയി കണ്ട വി ശിവൻകുട്ടി ആണെങ്കിലും മറ്റ് ഏത് നേതാക്കളാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരാണെങ്കിൽ തന്നെയും ഒന്ന് വിശദീകരിക്കണം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള അതിക്രമം ചെയ്തത്? നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് നേട്ടമാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റി വിചിന്തനം ചെയ്യണം. നിങ്ങൾ പ്രതിഷേധിക്കാൻ എന്തൊക്കെയോ മാർഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനെതിരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തുന്നു, പിണറായി വിജയൻ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി നേരിട്ട് അയച്ച ടീമിന്ന് റെയ്ഡ് നടത്തുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും അതിനൊരു രീതി ഉണ്ടായിരുന്നു. മറ്റെന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്? PM ശ്രീയിൽ ഒപ്പുവെച്ചു. കേരളത്തിന്റെ കരിക്കുലം മൊത്തം മാറുന്ന ഒരു വലിയ തീരുമാനത്തിന്റെ ഒപ്പുവെച്ചത് സംസ്ഥാനത്തോട് ചോദിക്കുക പോലും ചെയ്യാതെ നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്നായിരുന്നു. അന്ന് എന്തുകൊണ്ട് ഇവരാരും പ്രതിഷേധിച്ചില്ല? നിങ്ങൾ നാട്ടിലെ കുട്ടികളെ പറ്റി, കുട്ടികളുടെ ഭാവിയെ പറ്റി കുറച്ചെങ്കിലും ബോധമുള്ളവരായിരുന്നു. അതിനെപ്പറ്റി ഉത്കണ്ഠ നിങ്ങൾക്കുണ്ടായിരുന്നു. പിന്നെ എന്ത് ഉത്കണ്ഠയാണ് ഈ പറഞ്ഞ നേതാവിന്റെ മകളെ പറ്റി നിങ്ങൾക്ക് തോന്നേണ്ടത്? ഇതാണ് നമ്മൾ പറയുന്ന CPM-ന്റെ മൂല്യച്യുതി എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഒരു പാർട്ടി, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. ആകെ സംസാരിക്കുന്നത് നേതാവും നേതാക്കൾക്ക് വേണ്ടി മാത്രമാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാകണം. ഈ പറയുന്ന പോലെ ജയിലിടിഞ്ഞാൽ പോലും പുറത്തു വരാൻ കഴിയാത്ത പോലെ കുരുക്കിലാണ് ഈ പറഞ്ഞ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ ഇപ്പോഴുള്ളത്. ഇപ്പോൾ മേഘ പറഞ്ഞിരുന്നല്ലോ ആ ഒരു പിതാവ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട കാര്യം. അതായത് ഈ ഒരു പെരുന്നാളിന് എൻ്റെ മകൻ എനിക്കൊപ്പമില്ല. ഇനി അടുത്ത വർഷം ഇനി പെരുന്നാൾ ഉടനെ വരികയാണെങ്കിൽ ഈ ഒരു മകൻ ഈ ഒരു പിതാവിൻ്റെ കൂടെ ഒപ്പം ഉണ്ടാകും എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകിയ, അതല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ വി ശിവൻകുട്ടി ആകട്ടെ, MV ഗോവിന്ദനാകട്ടെ, ഈ ഒരു നേതാക്കളോട് ചോദിക്കണം, എൻ്റെ മകൻ എന്ന് പുറത്തു വരും, അവൻ്റെ ഭാവി ഇനി എന്താവും? ഇനി ഒരു പാസ്പോർട്ട് എടുത്ത് ഇനി ഒരു പുറത്തേക്ക് പോകാൻ വേണ്ടിയാണെങ്കിൽ പോലും ഈ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു പോലീസ് കേസ് നിലനിൽക്കെ, അത് സെൻട്രൽ ഗവൺമെൻറ് കേസാണ് നിലനിൽക്കുന്നത്. ആ ഒരു കേസ് നിലനിൽക്കെ ഇവന് ഭാവി ഏതെങ്കിലും ഒരു ജോലിക്ക് കയറാനോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനോ നടക്കുമോ? ഒരിക്കലുമില്ല. ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ ക്രിമിനൽ കേസാണ്. പുറത്തേക്ക് പോകുക എന്നുള്ളത് ഇനി ചിലപ്പോൾ അസംഭവ്യമായ കാര്യമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരിക്കലും സാധിക്കില്ല. ഇത് നിങ്ങളുടെ ഒരു ഹിസ്റ്ററിയിൽ ഒരു ബ്ലാക്ക് മാർക്ക് ആയിരിക്കും. ഇപ്പൊ IP ബിനുവിനെ പോലുള്ള നേതാക്കൾ രാഷ്ട്രീയത്തിൽ നിന്ന് തഴമ്പിച്ചിട്ടുള്ള നേതാക്കളാണ്. അതിലും പ്രായം കുറഞ്ഞ കുട്ടികളുണ്ട്. 25 വയസ്സ് മുതലുള്ള ചെറിയ യുവാക്കൾ, ആ യുവാക്കളുടെ ഒരു 10 വർഷമാണ് ഇനി ആ അഴിക്കുള്ളിൽ തീരാൻ പോകുന്നത്. കാരണം ഇതിലെല്ലാം ചുമത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് ആരും മനസ്സിലാക്കാതെയാണ് ഈ ഒരു എടുത്തയാട്ടം അവിടെ ചാടിയിരിക്കുന്നത്. അതുമല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ പറഞ്ഞ എല്ലാവരും പാർട്ടി ഗുണ്ടകളായി അവരോധിക്കപ്പെടുകയും ഇത്തരത്തിൽ എന്ത് വിഷയമുണ്ടെങ്കിലും പ്രശ്നമുണ്ടാക്കുന്ന ഒരു കോർ ടീമായി ഇവരെ മാറ്റുകയും ചെയ്യും. അങ്ങനെയാണല്ലോ പാർട്ടിയുടെ ഒരു പൊതുരീതി എന്ന് പറയുന്നത്. അങ്ങനെ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളാനും കൊല്ലാനും ചാവാനും റെഡിയായ കുറേയധികം ആൾക്കാരുണ്ട്. ഇതിനൊക്കെ മാറ്റം വരണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്.